ഹേ ഗൈസ്, മസ്കറ്റ് നൈറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 1 കാണാത്തവർ 1 കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണണം. ഇതിൽ നമ്മൾ മസ്കറ്റിലെ വെടിക്കെട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത്. വെടിക്കെട്ട് പരിപാടി എന്ന് പറയില്ലേ, ആ ഒരു വെടിക്കെട്ട് പരിപാടിയിലെ സംഭവങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിൽ പല സ്ഥലത്തും എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കത്തില്ല, അപ്പോൾ എൻജോയ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓരോ രാജ്യക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ നമ്മളെ ഈ ഒരു പരിപാടിയിൽ എന്താ പറയുക, പലതരത്തിലുള്ള കൾച്ചേഴ്സ് എല്ലാം കൂടെ കൂട്ടിയിണക്കിയ ഒരു പരിപാടിയാണ്. നല്ല രസമായിട്ട് നമുക്കൊരു പൂരം കണ്ടു വരുന്ന പോലെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മസ്കറ്റ് നൈറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിലും സംഭവം കിടിലം കേട്ടോ. കിടിലം പരിപാടി. ഓക്കെ, അന്നേരം ഇതേപോലെ ഘോഷയാത്ര എന്നൊക്കെ പറയില്ലേ, അതേപോലെ പല ടൈപ്പ് ഘോഷയാത്രകൾ വരുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതല്ലേ, അത് കഴിഞ്ഞപ്പോൾ വന്നതാണ് ഈ ഒരു രാജ്യക്കാരുടെ ഒരു ഘോഷയാത്ര. ഇത് ചൈനയാണോ ഗൈസ്? ചൈനയാണെന്ന് തോന്നുന്നു. ചൈനയോ തായ്ലൻഡോ എങ്ങാനാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വരവ് ഒരു പേടിപ്പെടുത്തുന്ന വരവായിരുന്നു കേട്ടോ. ഗൈസ് കണ്ടോ ഗൈസ്, എത്ര ഹൈറ്റിലാണ് അവരിങ്ങനെ വരുന്നത്. ഇതിലെ ഈ ഒരു രൂപം നമ്മളെ താഴെ ഇങ്ങനെ കുനിഞ്ഞു വന്നു കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കുനിഞ്ഞു വന്നൊരു ഹായ് തന്ന് പേടിച്ച് പോയി ഞാൻ. സത്യത്തിൽ നെഞ്ചിലൊരു ആളൽ എന്ന് പറയില്ലേ, അതേപോലെ നെഞ്ചിലൊരു ആളായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുത്തു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ്. ഈ ഒരു ഫ്ലോറിൽ കണ്ടു ഗൈസ്, മീനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോഷൻ ഇമേജസ് ലൈറ്റ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് മൊത്തം ഗൈസ്. നമ്മളൊരു അക്വേറിയത്തിൽ കൂടെ നമുക്ക് നടന്നു പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. നമ്മൾ മീനൊക്കെ ചവിട്ടി അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. കണ്ടോ ഗൈസ്, അതിലൊരു മീനെ ഞാൻ ചവിട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ക്യാൻഡി ലാൻഡ്, മഷ്റൂം ലാൻഡ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ക്യാൻഡി ലാൻഡ് കുറച്ചൊക്കെ നമ്മൾ കാണാതെ ഒഴിവാക്കി വിട്ടു. ക്യാൻഡി ലാൻഡ് എന്ന് വെച്ചാൽ ഐസ്ക്രീം, കേക്ക്, അതിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു സ്ഥലം. ഓക്കെ, അതിന് നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. അങ്ങോട്ടേക്ക് നമ്മൾ കയറിയില്ല. പിന്നെ മഷ്റൂം ലാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ ഇങ്ങനൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വന്നിരുന്നു. സ്റ്റേജ് പ്രോഗ്രാമിൽ പല ഐറ്റം ഡാൻസ് അല്ല, പല രീതിയിലുള്ള ഡാൻസ് കാര്യങ്ങൾ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കള്ളപ്പന്നിയും കൂടെ ഇപ്പോൾ ഇരുന്നിട്ട് ഈ ഒരു പരിപാടി ആസ്വദിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 8 മണിക്കുള്ള ഒരു ലൈറ്റ് ഷോ അല്ലെ വാട്ടർ ഷോ, ലേസർ ഷോ ഒക്കെ വരാനുണ്ട്. അത് കാണാനും കൂടെയാണ് നമ്മളിവിടെ ഇരുന്നിട്ട് ആ സമയം, ഒഴിവ് സമയം എങ്ങനെ ആനന്ദകരമാക്കാം, അതെ, ആ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അവിടെ ഇരുന്ന് ഈ ഒരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാമും കൂടെ കാണുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ഞാനൊരു റീൽസും കൂടെ എടുക്കുകയാണ്. കള്ളപ്പന്നി അത് നോക്ക്, നീ വീഡിയോ എടുക്കാതെ ഇത് നോക്ക് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഞാനങ്ങനെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി പക്ക ഒരു ഡോല് ഡാൻസ് വന്നു. അതിൽ ഈ ഒരു
വെറൈറ്റി ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആ ചെറുക്കൻ നന്നായിട്ട് നമ്മളെ ഈ വായിക്കില്ലേ, എന്തായത് ഫ്ലൂട്ട് വായിക്കും കേട്ടോ. നല്ല രസമാണ്. അടിപൊളിയായിട്ട് എന്താ പറയുക, ഡോല് ആ ഒരു സൗണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഉത്സവം കൂടിയ പ്രതീതിയാണ്. അതുപോലെ ഒച്ചയും സൗണ്ടും ബഹളമായിരുന്നു. ഇവിടെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ ഈ ഒരു പരിപാടിൻ്റെ വേറൊരു ഭാഗത്ത് വേറൊരു സ്റ്റേജ് ഷോ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് അതൊക്കെ കണ്ട്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മസ്കറ്റ് നൈറ്റിലെ സംഭവബഹുലമായ വെടിക്കെട്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആളുകൾ ഇതിനെ വിളിക്കുന്നത് ലേസർ ഷോ, വാട്ടർ ഷോ എന്നൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, അന്നേരം നിങ്ങൾ മുഴുവനായിട്ട് ആസ്വദിക്കുക കേട്ടോ. വെടിക്കെട്ട് പരിപാടി എന്ന് വെച്ചാൽ വെടിക്കെട്ട് പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അത് ആസ്വദിച്ചിട്ട് എല്ലാവരും വായോ. അങ്ങനെ ആ ഒരു ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ പോയത് ഗ്ലോബൽ വില്ലേജ് കാണാനാണ്. അവിടെ പല പല രാജ്യക്കാരുടെ പല പല സ്റ്റാളുണ്ടായിരുന്നു. അത് തന്നെ നമ്മളെ മുമ്പിൽ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു റോബോട്ടാണ്. റോബോട്ട് നല്ല അടിപൊളിയാണ്. നമുക്ക് ടാറ്റ തരും, നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് തരും. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ബലൂണ് വിൽക്കുന്ന ആൾക്കിപ്പം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോവുകയാണ് അവൻ. അങ്ങനെ ഞാൻ അതിനെ കുറച്ച് നേരം ഇങ്ങനെ നമുക്കൊരു കൗതുകം തോന്നിയ ഒരു സംഭവമാണല്ലോ റോബോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം അതെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഞാനും ഏട്ടനും കൂടെ അതൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഏട്ടനൊരാഗ്രഹം, എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് വേണമെന്ന്. അങ്ങനെ അവന് റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് മേടിച്ച് അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്, അങ്ങനെ അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചിനും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത്. ഓക്കെ, എനിക്ക് പക്ഷേ എന്തോ പേടി തോന്നി ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ സംഭവത്തിനെ കാണാൻ ഇഷ്ടമാണ് ദൂരെ നിന്നിട്ട്. പക്ഷേ ഞാൻ ഷെയ്ക്ക് ഹാൻഡൊന്നും കൊടുത്തില്ല. ഓക്കെ, ആ ഒരു കൊച്ചും പേടിച്ച് കരഞ്ഞ് എന്നെപ്പോലെ തന്നെ. ആഹാ, എന്ത് നല്ല കൊച്ച്. ഓക്കെ, അപ്പം അടുത്തത് നമ്മൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജ് ആണല്ലോ. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ്റെ സംഭവങ്ങൾ കണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊന്നും കയറിയില്ല. പിന്നെ ഇവിടെ ബലൂണുകൾ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അൾജീരിയ, പാലസ്തീൻ, ബഹ്റൈൻ, ദുബായ്, അങ്ങനെ ഇങ്ങനെ പല 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 ഇതുണ്ടായിരുന്നു, സെക്ഷൻസ് ഉണ്ടായിരുന്നു. ശ്രീലങ്ക ഉണ്ടായിരുന്നു, ഫിലിപ്പീനീസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതിൽ നമ്മൾ നേരെ പോയത് ഇന്ത്യൻ്റെ ഷോപ്പിലേക്കാണ്. ഇന്ത്യൻ ഫ്ലാഗ് അവിടെ തൂങ്ങിക്കിടക്കുന്ന കാണുമ്പം അഭിമാനം. തൂങ്ങിക്കിടക്കുന്നതല്ല, ഇന്ത്യൻ പതാക പറന്ന് കളിക്കുന്നത് കാണുമ്പം അഭിമാന സൂചകമായി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ മാല, കമ്മൽ, അതിൻ്റെ ഒരു സെഷനാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഡ്രസ്സിൻ്റെ ഒരു അതിവിശാലമായ സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്പ്രേ ഉണ്ടായിരുന്നു. സ്പ്രേ അല്ല, അത്തർ. അത് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി, സ്പ്രേ ആണോ അത്തറാണോ, ആ സ്പ്രേയും അത്തറും കൂടെ ഒരു
ആൾ വിൽക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ നമ്മളതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ കണ്ടത് പാനിപ്പൂരി കച്ചവടക്കാരെയാണ്. പാനിപ്പൂരി, മസാലപ്പൂരി, ദഹിപ്പൂരി എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളതിൽ നിന്നൊരു പാനിപ്പൂരി വേണം ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പാനിപ്പൂരി നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തരുവാണ്. നല്ല റേറ്റാണ് ഗൈസ്, 1 റിയാലാണ് കേട്ടോ. 1 റിയാലാണ്, 1 റിയാൽ 200 പൈസയാണെന്ന് തോന്നുന്നു ഒരു പ്ലേറ്റ് പാനിപ്പൂരിക്ക്. അങ്ങനെ അത് മേടിക്കുവാണ്. അങ്ങനെ എന്താ പറയുക, അതിൻ്റെ കൂടെ പാനിയും കൂടെ മേടിച്ചു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ആ പാനിപ്പൂരി കഴിക്കാൻ നോക്കുകയാണ്. ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അധികവും കഴിച്ചുകൊണ്ടിരുന്നത് പാനിപ്പൂരിയാണ് കേട്ടോ. അപ്പം ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുവാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറി നിന്ന് ആസ്വദിച്ച് അത് കഴിക്കാൻ പോകുന്നതാണ് ഞാനും അവനും കൂടെ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഞാൻ പോയി ഒരു എക്സ്ട്രാ പാനി മേടിച്ചു. ഇത് ഭയങ്കര സ്പൈസിയാണ്. ഇത് കുടിക്കുമ്പോൾ പക്ഷേ വയറിന് നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ സ്പൈസി ആയിട്ടുള്ള പാനിപ്പൂരി കഴിച്ച് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു, ഇഷ്ടമായി, എരിവും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങൾ കാണാൻ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മുടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ഇൻഗ്രിഡിയാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അത് പിടിച്ച് വലിക്കുക, ഇങ്ങനെ ഇതാക്കുകയൊക്കെ ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാം, ബാക്കിയുള്ള പരിപാടികൾ കാണാനാണ്. ഗൈസ്, ദൂരെ കാണുന്നതാണ് മഷ്റൂം ലാൻഡ്. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ, അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. സൂപ്പർമാൻ, ടോം ആൻഡ് ജെറി എല്ലാം ഉണ്ട്. മുയൽ, ആന, കുതിര, സിംഹം എല്ലാം ഉണ്ട്. അവിടെ കാണുന്നത് മഷ്റൂം ലാൻഡാണ്. മഷ്റൂം ലാൻഡ് എന്ന് വെച്ചാൽ മഷ്റൂമിൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് കാര്യങ്ങളാണ്. അപ്പം ഞാൻ കള്ളപ്പന്നിനോട് ചോദിക്കുവാണ്, ഏട്ടാ നടന്ന് ക്ഷീണിച്ചല്ലോ, കുറേ ആയാലും നടക്കുന്നത്, ഇത് എങ്ങോട്ടാണ്? അപ്പം നമ്മൾ അടുത്ത പോകുന്നത് ഒരു ഗെയിം സോണിലേക്കാണ്, പ്ലേ ഏരിയ ആണ്. ഇവിടെ ജൈൻ വീലും എല്ലാം ഉണ്ടായിരുന്നു. സംഭവബഹുലമായ പഞ്ഞിമുട്ടായി ഉണ്ടായിരുന്നു, ചോളാപ്പരി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ റൈഡ് കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം കുഞ്ഞുങ്ങൾക്കുള്ളതാണ് കേട്ടോ. ആ ജിയാനുള്ളൊക്കെ വലിയവർക്കുള്ളതുണ്ട്. പക്ഷെ നമ്മളൊന്നും കയറിയില്ല. ഏട്ടന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാനും ഒന്നിലും കയറിയില്ല. എനിക്ക് പേടിയാണ്. അല്ലാതെ പേടിച്ചിട്ട് നാട്ടുകാർ പറയും, പക്ഷെ അതല്ല, ഒന്നിനും കയറാനൊരു മൂഡ് തോന്നിയില്ല. പിന്നെ എന്താ പറയുക, പിന്നെ അവിടെ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഭയങ്കര ജിയാൻ വീലാണ് കേട്ടോ. ഭയങ്കര വലുതാണ്. ഓക്കെ, പിന്നെ പക്ഷേ നമ്മളെ നാട്ടിലത്തെ അത്ര സ്പീഡില്ല, പതുക്കെയാണ് കേട്ടോ ഇത് കറങ്ങുന്നത്. അങ്ങനെ പതുക്കെ കറങ്ങുന്നത് അന്നേരം ഞാനും അവനും കൂടി ഇങ്ങനെ ആലോചിക്കുവാണ്, ഇതെന്താ ഇങ്ങനെ പതുക്കെ കറങ്ങുന്നത്, സ്പീഡിൽ കറങ്ങിയാലല്ലേ രസമുള്ളൂ എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഒരു സ്ഥലത്ത് ഇതേപോലെ എന്താ പറയുക, ഇങ്ങനൊരു സ്ലൈഡർ കണ്ടത്. അതിൽ കയറിയിട്ട് കുറേ കുരുത്തക്കെട്ട പിള്ളേർ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരുപാട് സമയമായി കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, 2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ ഇങ്ങനെ ഓടിക്കുമ്പം ലൈറ്റ് തെളിയും. കണ്ടോ ഗൈസ്, ആ ഒരു ഇതിൽ ലൈറ്റ് തെളിയുന്നത് കണ്ടോ. അവൻ ഓടിക്കുന്നതിനനുസരിച്ച് ആ ലൈറ്റ് തെളിയും. അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അവനുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മളിനി പോകാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ മസ്കറ്റ് നൈറ്റ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ചാനൽ ഫോളോവും കൂടെ ചെയ്യണം. എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അപ്പം എന്താ പറയുക, ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.